നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം. അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ തിരിച്ചെത്താൻ വേണ്ടി ബിജെപിയെ മഹത്വവൽക്കരിക്കാനുള്ള പിണറായിയുടെയും എം.വി. ഗോവിന്ദന്റെയും ശ്രമങ്ങളിൽ നേതാക്കളും പ്രവർത്തകരും ജാഗ്രത പുലർത്തണമെന്ന് RSS നേതൃത്വം ബിജെപി ദേശീയ നേതൃത്വത്തെ അറിയിച്ചതായി വിവരം. CPI പറയുമ്പോൾ മോദി സർക്കാരിനെ ഫാസിസ്റ്റ് സർക്കാരെന്നും വിശേഷിപ്പിക്കാനാവില്ല എന്ന നിലപാടുമായി CPM രംഗത്ത് വന്നതാണ് സംശയങ്ങൾക്ക് ഇടയാക്കിയത്. ഇത് സംബന്ധിച്ച് കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ വ്യക്തത വരുത്തി CPM കേന്ദ്ര കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റികൾക്ക് രഹസ്യരേഖ അയച്ചു. CPI മോദി സർക്കാരിനെ ഫാസിസ്റ്റ് ഭരണകൂടമെന്ന് വിശേഷിപ്പിച്ചപ്പോൾ ഇന്ത്യയിൽ ഫാസിസം വന്നു കഴിഞ്ഞെന്ന CPI നിലപാടെടുത്തു. ഇത് രണ്ടിനെയും തള്ളി. അവയിൽ നിന്ന് വ്യത്യസ്തമാണ് CPM നിലപാടെന്ന രേഖ വ്യക്തമാക്കി. മുസോളിനിയുടെയും ഹിറ്റ്ലറുടെയും കാലത്തേക്ക് ക്ലാസിക്കൽ ഫാസിസം എന്ന പിന്നീടുള്ള രൂപങ്ങളെ നവഫാസിസം എന്നും വിശേഷിപ്പിച്ചാണ് പുതിയ നിർവചനം. അന്തസാമ്രാജ്യത്വ വൈരുദ്ധ്യത്തിന്റെ സൃഷ്ടിയാണ് ക്ലാസിക്കൽ ഫാസിസം എന്നും നവ ഉദാരീകരണ പ്രതിസന്ധിയുടെ ഉൽപ്പന്നമാണ് ഈ നവഫാസിസം എന്നുമാണ് വിശേഷണം. ഏപ്രിലിൽ മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി കരട് രാഷ്ട്രീയ പ്രമേയം പരസ്യമാക്കി കഴിഞ്ഞു. പാർട്ടി ഘടകങ്ങൾക്കും പൊതുജനങ്ങൾക്കും ഒക്കെ ചർച്ച ചെയ്യുവാനും അഭിപ്രായം പറയാനുമായി പ്രമേയം പരസ്യമാക്കിയാൽ പിന്നീടൊരു കുറിപ്പ് പതിവില്ല. RSSന് ഫാസിസ്റ്റ് സ്വഭാവമുണ്ടെന്നാണ് പാർട്ടി പരിപാടിയിൽ CPMന്റെ വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് RSS നിയന്ത്രണത്തിലുള്ള മോദി സർക്കാരിന് ഫാസിസ്റ്റ് പ്രവണതയാണ് എന്ന് കഴിഞ്ഞ 2 പാർട്ടി കോൺഗ്രസിലും പ്രഖ്യാപിച്ചത്. മോദി സർക്കാരിനെ ഫാസിസ്റ്റ് എന്ന് പറയാനാവില്ല എന്നാണ് പുതിയ നിലപാട്. ഇന്ത്യ ഭരണകൂടത്തെ നവഫാസിസ്റ്റായും ചിത്രീകരിക്കാൻ കഴിയില്ല. 10 വർഷത്തെ തുടർച്ചയായുള്ള മോദി ഭരണത്തിൽ രാഷ്ട്രീയ അധികാരം BJP RSS കരങ്ങളിൽ കേന്ദ്രീകരിക്കപ്പെട്ടു. RSS BJP കൂട്ടുകെട്ടിനെ തടഞ്ഞില്ല എങ്കിൽ ഹിന്ദുത്വ കോർപ്പറേറ്റ് ഈ സ്വേച്ഛാധിപത്യം നവഫാസിസത്തിലേക്ക് പോകും. നവഫാസിസ്റ്റ് സ്വഭാവം എന്നതിനർത്ഥം അതൊരു നവഫാസിസ്റ്റ് സർക്കാരായോ രാഷ്ട്രീയ സംവിധാനമായോ വികസിച്ചു എന്നല്ല. ഇതാണ് CPMന്റെ നിലപാട്. പുതിയ വെളിപ്പെടുത്തൽ വന്നതോടുകൂടി CPM നേതാവ് AK ബാലൻ വിശദീകരണവുമായി രംഗത്തെത്തി. രാജ്യത്ത് ഫാസിസം വന്നിട്ടില്ല എന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പറഞ്ഞു. ഫാസിസ്റ്റ് സർക്കാർ എന്ന മോദി സർക്കാരിനെ പ്രസംഗത്തിൽ പറയുന്നത് ഒരു പ്രയോഗത്തിന്റെ ഭാഗം മാത്രമാണ്. പിണറായി സർക്കാരിനെ കുറിച്ചും പ്രതിപക്ഷ നേതാക്കൾ ഫാസിസ്റ്റ് സർക്കാർ എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ഫാസിസ്റ്റ് ആകില്ല എന്നും ബാലൻ പറഞ്ഞു. മോദി സർക്കാരിനെ ഫാസിസ്റ്റ് ഭരണകൂടം എന്ന് വിളിക്കാനാകില്ല എന്ന CPM രേഖ സംബന്ധിച്ചായിരുന്നു ബാലന്റെ പ്രതികരണം. പത്രങ്ങളിലൂടെ ഇപ്പോൾ പുറത്തുവന്ന ഈ രേഖ പുതിയതല്ല എന്നും പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ഫെബ്രുവരിയിൽ ചിന്താവാരികയിൽ പ്രസിദ്ധീകരിച്ചതാണെന്നും ബാലൻ പറഞ്ഞു. മോദി സർക്കാരിനെ കുറിച്ച് ഫാസിസ്റ്റ് സ്വഭാവമുള്ള സർക്കാരാണെന്നാണ് ഞങ്ങൾ ആദ്യമേ പറയാറുള്ളത്. പ്രസംഗിക്കുമ്പോൾ എല്ലാവരും ഫാസിസ്റ്റ് സർക്കാർ എന്ന് പറയും. പിണറായി വിജയനെ സംബന്ധിച്ചും പ്രതിപക്ഷ നേതാവ് പറയാറുണ്ട്. അതൊരു പ്രയോഗം കൊണ്ട് പറയുന്നതാണ്. 22ാം പാർട്ടി കോൺഗ്രസ് മുതലേ ഫാസിസ്റ്റ് സ്വഭാവം എന്നാണ് പറയുന്നത്. ഫാസിസം വന്നിട്ടില്ല, വസ്തുതയാകണം എന്നും പറയുന്നു. മോദി സർക്കാർ ഒരു ഫാസിസ്റ്റ് സർക്കാരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസിസത്തെ സംബന്ധിച്ച് ഞങ്ങളുടെ ധാരണയിലെ തെറ്റായി മാറരുത്. ഫാസിസത്തിലേക്ക് വരാൻ സാധ്യതയുള്ള സർക്കാരാണ്. അത് വരാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതൽ എന്ന നിലയിലാണ് രാഷ്ട്രീയ പ്രമേയത്തിൽ ഈ ഒരു ഭാഗം വന്നത് എന്നാണ് AK ബാലന്റെ വിശദീകരണം. മോദി സർക്കാരിനെ ഫാസിസ്റ്റ് അല്ല എന്ന് പറയാൻ CPI തയ്യാറല്ല എന്ന ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവനയോട് ബാലൻ ഇങ്ങനെ പ്രതികരിച്ചു. CPMഉം CPIയും അടിസ്ഥാനപരമായി വ്യത്യാസമുള്ളത് കൊണ്ടാണല്ലോ 2 പാർട്ടികളായി നിൽക്കുന്നത്. നവഫാസിസത്തിൽ ഒരു വ്യക്തത വരുത്തണമെന്നത് പാർട്ടിക്കുള്ളിൽ ചർച്ചയായതിന്റെ ഭാഗമായി വന്നതാണ്. ഇത് സ്വകാര്യ രേഖയല്ല. ഫെബ്രുവരിയിൽ പൊളിറ്റ് ബ്യൂറോ തയ്യാറാക്കി ചിന്ത പ്രസിദ്ധീകരിച്ച കാര്യമാണ്. ഇത് പൊതുരേഖയാണ്. പാർട്ടിയെ സംബന്ധിച്ച് ഇത് ചർച്ചയാക്കണമെന്ന് തന്നെയാണ്. ഫാസിസം വന്നിട്ടുണ്ട് എന്നത് തെളിയിക്കട്ടെ, അതിന് രേഖകൾ ഉണ്ടെങ്കിൽ വെക്കട്ടെ. അതല്ല ഫാസിസ്റ്റ് സ്വഭാവമുള്ള സർക്കാരാണ് ഉള്ളതെന്ന പാർട്ടിയുടെ അഭിപ്രായത്തിനോടൊപ്പമാണ് ജനങ്ങൾ നിൽക്കുന്നത് എന്ന് വിലയിരുത്തലുണ്ടാകട്ടെ. ഇതിൽ പുതുതായി ഒന്നുമില്ല എന്നും ബാലൻ കൂട്ടിച്ചേർത്തു. നയരേഖയിൽ ആർക്കും ഭേദഗതി നിർദ്ദേശിക്കാമെന്ന് ബാലൻ ചൂണ്ടിക്കാട്ടി. മോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ അല്ല എന്ന CPMന്റെ പുതിയ രേഖ ഒരിക്കലും ഞെട്ടലുണ്ടാക്കുന്നതല്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കാരണം കാലങ്ങളായി BJPയുമായുള്ള രഹസ്യബന്ധമാണ് ഇപ്പോൾ പുറത്തായത്. കഴിഞ്ഞ 2 സമ്മേളനങ്ങളിലും തീരുമാനങ്ങളെ മറികടന്ന മോദി സർക്കാർ ക്ലാസിക് ഫാസിസ്റ്റുകളുമല്ല നവഫാസിസ്റ്റുകളുമല്ല. ഇങ്ങനെ പോയാൽ അവർ അങ്ങനെ ആകാനുള്ള സാധ്യതയുണ്ടെന്നുമാണ് CPM കണ്ടുപിടിച്ചിരിക്കുന്നത്. ഫാസിസവുമായി എല്ലാ കാലത്തും കേരളത്തിലെ CPM സന്ധി ചെയ്തിട്ടുണ്ട്. സംഘപരിവാറുമായി സന്ധി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പിടിച്ചു നിർത്താൻ വേണ്ടിയാണ് മോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ അല്ല എന്ന പുതിയ രേഖ അവതരിപ്പിച്ചിരിക്കുന്നത്.
മോദിയുമായി കൈകോർക്കുന്ന സംഘപരിവാറുമായി സന്ധി ചേരാനും അവർക്ക് കീഴടങ്ങാനുമുള്ള CPM തീരുമാനത്തിന്റെ ഭാഗമായാണ് ഇത്. കേരളത്തിൽ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളാണ് ഇത്തരമൊരു രേഖ ഉണ്ടാക്കാൻ നേതൃത്വം നൽകിയത് എന്നും അവരാണ് സംഘപരിവാറിന്റെ ഈ ബാന്ധവം ആഗ്രഹിക്കുന്നത് എന്നും അതിന്റെ പരിണിത ഫലമായാണ് മോദി സർക്കാർ ഫാസിസ്റ്റ് അല്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ഇടതു മുന്നണിയിൽ ഉൾപ്പെട്ട CPIയും കോൺഗ്രസ് നേതൃത്വത്തിലും ഇന്ത്യ മുന്നണിയും അതിശക്തമായാണ് മോദി സർക്കാർ ഫാസിസ്റ്റ് ആണ് എന്ന് പറയുന്നത്. മോദി സർക്കാർ ഫാസിസ്റ്റ് അല്ല എന്ന് ഇന്ത്യ മുന്നണിയിൽ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന CPMന്റെ കടുംപിടുത്തം സംഘപരിവാറിന് വിധേയരായി പ്രവർത്തിക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗവും സംഘപരിവാറിന് CPM നൽകുന്ന സർട്ടിഫിക്കറ്റുമാണ്. എന്ത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കരട് രേഖ തയ്യാറാക്കിയത്? മോദി സർക്കാർ ഫാസിസ്റ്റ് ആണോ അല്ലയോ എന്നാണോ CPM സമ്മേളനം ചർച്ച ചെയ്യുന്നത്? സംഘപരിവാറുമായി CPM പൂർണ്ണമായും സന്ധി ചെയ്തിരിക്കുകയാണ്. രാജ്യത്തിന്റെ ചിന്താഗതിയെ ഫാസിസം മാറ്റുന്നത് വളരെ ആസൂത്രിതമായ ഒരു പ്രക്രിയയിലൂടെയാണ് എന്നാണ് CPI പറയുന്നത്. അവർ മനുഷ്യരെ പ്രവർത്തനക്ഷമമാക്കുന്നത് വ്യാമോഹങ്ങൾ കൊണ്ടാണ്, യുക്തി കൊണ്ടല്ല. അവരുടെ ഓരോ തന്ത്രവും അടവുകളും നമ്മുടെ ചിന്താശീലത്തെയും സ്നേഹശീലത്തെയും മാറ്റി നിർത്തുക എന്നത് ഫാസിസം ആദ്യമായും അവസാനമായും ഉറപ്പിക്കുന്ന ഒരു തത്വമാണ്. ഫാസിസം എപ്പോഴും നടപ്പാക്കുന്നത് ഡീഹ്യൂമനൈസേഷൻ അഥവാ വികാര ധ്വീകരണം ആണ്. വികാര നിർമാർജനം എന്നത് അവരുടെ ക്രിയാപദ്ധതിയുടെ ആദ്യത്തെ ഘടകമാണ്. മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിലൂടെ അധികാരം നേടുക എന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിന് പകരം ആചാരാനുഷ്ഠാനങ്ങളുടെ ഏകീകരണത്തിലൂടെ സാംസ്കാരിക രംഗം വഴി അധികാരം പിടിച്ചെടുക്കുക എന്ന തന്ത്രമാണ് ഫാസിസ്റ്റ് മതശക്തികൾ പ്രയോഗിക്കുക. സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഫലമായി ഉയർന്നു വന്ന മധ്യവർഗത്തിന്റെ പ്രഭുവർഗമോഹങ്ങൾ, ഈ സുഖാന്വേഷണ ശക്തി, ഉപഭോക്താകൃഷ്ണം, അതുപോലെ തന്നെ വംശീയ താല്പര്യങ്ങൾ, യുക്തിബോധത്തിന് പകരം വിശ്വാസങ്ങളെയും ഭക്തിയെയും പകരം വെക്കൽ, അന്ധവിശ്വാസം പ്രചരിപ്പിക്കൽ, ചരിത്ര ദുർവ്യാഖ്യാനങ്ങൾ തുടങ്ങിയവ ഫാസിസത്തിന്റെ കൊടികളായാണ് പറയുന്നത്. ജാതി പ്രത്യയശാസ്ത്ര അപരത്വത്തിന്റെ ഉൽപാദന കേന്ദ്രം കൂടിയാണ് എന്ന തരത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു രീതിയിൽ ഇപ്പോഴത്തെ വലിയ ചർച്ച തന്നെയാണ് ഇതിനുമേൽ നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും പിണറായിയുടെ വൈകി വന്ന വിവേകത്തെ RSS നേതൃത്വം വിശ്വാസത്തിലെടുക്കുന്നില്ല. കേരളത്തിൽ RSSനെ നശിപ്പിക്കാനുള്ള പിണറായിയുടെ ഗൂഢതന്ത്രമായി RSS ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. പിണറായിക്ക് മറുപടി പറയാതെ അവഗണിക്കാനാണ് RSSന്റെ തീരുമാനം. പിണറായിയുടെ അടവ് നയത്തിൽ മോദി വീഴില്ല എന്ന് ചുരുക്കത്തിൽ പീയൂഷ് ഗോപാലിനെയും നിതിൻ ഗഡ്കരിയെയും ഒക്കെ കയ്യിലെടുത്ത പിണറായിയുടെ നടപടി വെറുതെയായി. കേരളത്തിൽ പിണറായിയുടെ ഗുഡ് ബുക്സിൽ കയറുക എന്നതല്ല RSSന്റെ ലക്ഷ്യം. 2029 നടക്കുന്ന ഇലക്ഷനിൽ നിർണായക ശക്തിയാവുക എന്നതാണ്. അതിന് തടസ്സം നിൽക്കുന്ന മാരീജന്മാരെയെല്ലാം RSS ഇല്ലാതെയാക്കും. BJPയുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ സഹായിക്കാമെന്ന് വാഗ്ദാനം നൽകിയ ശേഷം വഞ്ചിക്കുന്ന പിണറായിയുടെ രീതിക്ക് ഇനി നിലനിൽപ്പില്ല.